എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ ഇഷിതയും മഹേഷും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിതയോട് മഹേഷ് ചോദിക്കുന്നു, ഇന്ന് ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്നു, ഇന്ന് എന്തൊരു ഇളക്കം എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു ആദ്യത്തെ സീൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ വിനോദും സുചിത്രയും ഇങ്ങനെ പുറത്തു നിന്ന് സംസാരിക്കുന്നു. അവരുടെ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ അച്ഛൻ അവരൊക്കെ തീരുമാനിക്കട്ടെ എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. പിന്നീട് മാഷും നമ്മുടെ രാമനും സംസാരിക്കുന്നു. അപ്പോൾ രാമൻ പറയുന്നത്, എത്രയോ നാളുകളായി നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ സുചിത്രയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ രാമൻ പറയുന്നത്, എന്തായാലും നമുക്കിനി ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യാം, എന്തായാലും അത് എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ വിനോദ് വീട്ടിലേക്ക് വരുന്നു. അപ്പം വിനോദ് വീട്ടിൽ വരുന്ന സമയത്ത് സ്വപ്നവല്ലിയോട് പറയുന്നു, ഫോണൊക്കെ ഇനി കൈലാസ് പോലീസൊക്കെ സൈബർ സെല്ലിൽ, നമ്മുടെ ഫോണൊക്കെ സൈബർ സെല്ലിൻ്റെ കയ്യിലായിരിക്കും, അതുകൊണ്ട് ഫോൺ ആര് വിളിച്ചാലും ഫോണൊന്നും എടുക്കരുത്, മഞ്ജുമേച്ചിയോടും പറയണമെന്ന് പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി എന്തായാലും കൈലാസിൻ്റെ സ്വഭാവം മനസ്സിലായില്ല, ഞങ്ങളുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, ഒന്നുമില്ല എന്ന് പറയുന്നു. ഇപ്പം അമ്മയുടെ മോൾക്ക് തന്നെ ഭർത്താവില്ലാത്ത യോഗം വന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അച്ഛൻ പറയുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് മുഹൂർത്തം കുറിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് മാറുകയാണ്. അപ്പോൾ ഇഷിതയോട് വിനോദ് താങ്ക്സ് പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തെ ഇത്രയും സഹായിച്ചതിനും ഹെൽപ്പ് ചെയ്യുന്നതിനും അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. പിന്നീട് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ മഹേഷിനെ വിളിച്ചിട്ട് പറയുന്നു, മോളെ ഒന്ന് കൂട്ടാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മഹേഷ് പറയുന്നു, ഇന്ന് പക്ഷേ ആദ്യം നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നെ കണ്ടാവും വരില്ല. അപ്പോൾ ഇഷിത പറയില്ല, എന്തായാലും വരാമെന്ന് പറഞ്ഞല്ലേ, അവൻ വരുമെന്ന് പറയുന്നു. അങ്ങനെ മഹേഷിന് സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ സമയം ആദ്യം ചിപ്പിയും കൂട്ടുകാരെല്ലാം കൂടി ഇഷിതയെ നോക്കി നിൽക്കുകയാണ്, അമ്മ വരുന്നതും കാത്ത്. പക്ഷേ ഒരു കാറ് വരുന്നത് കണ്ട് അപ്പം മോള് വിചാരിക്കുന്നത് ഇഷിതയാണ്. പക്ഷേ മഹേഷാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കണ്ടതോടെ നമ്മുടെ ആദിയുടെ മുഖവും ഫേസും എല്ലാം മാറും. അപ്പോൾ മഹേഷ് അടുത്ത് വരും. അപ്പോൾ ആദ്യം എഴുന്നേറ്റ് പോകും, മോനെ എന്ന് വിളിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ ആരുടെയും മോനല്ല എന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ മോനായിട്ട് കാണണ്ട, നീ ചിപ്പിയോട് പറഞ്ഞതല്ലേ, അവളെ സങ്കടപ്പെടുത്തില്ല, അവൾ നിൻ്റെ അനിയത്തിയല്ലേ എന്ന് മഹേഷ് പറയുകയാണ്. അപ്പം മഹേഷിനോട് ചിപ്പി പറയും, അച്ഛൻ കാറിൻ്റെ അകത്ത് പോയിരുന്നു, ഞാൻ ആദ്യേട്ടനെയും കൂടി അങ്ങോട്ടേക്ക് വരാമെന്ന് പറയും. അങ്ങനെ മഹേഷ് കാറിൻ്റെ അകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരാദ്യമായിട്ട് ഒന്നിച്ച് വരുമ്പോൾ അച്ഛനും മക്കളും കാറിൽ ഒന്നിച്ച് വരണം. അതിനുവേണ്ടി ഇഷിത പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണത്. അങ്ങനെ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അതായിരുന്നു. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ആദീനെ പറഞ്ഞ് മനസ്സിലാക്കി കാറിലേക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുകയാണ്. അങ്ങനെ ആദി ഇഷിതയുടെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സ്വപ്നവല്ലിയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ രചനയും ആകാശമാണെങ്കിൽ, ആകാശ് പറയുന്നു, ഇങ്ങനെ ആദ്യം സ്കൂളിലില്ല, അവൻ എന്തായാലും ഇഷിത തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ രചന മനസ്സിലാവുന്നതെന്ന് പറയുന്നത്, എൻ്റെ മകനാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് ഇഷിതേനെ കൊണ്ട് കാണിക്കുകയാണ്, ചിപ്പിമോൾ ഇതെൻ്റെ അമ്മയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമ്മുടെ ആദിക്കാണെങ്കിൽ പെട്ടെന്ന് പഴയ പോലെ ഇങ്ങനെ തലകറങ്ങി ഇങ്ങനെ പോകുന്നൊരു അവസ്ഥ വരുന്നു. ഇതാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.